അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഖീദയുടെ റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടി ഒരുമിച്ചിട്ടാണ്. അഖീദയിൽ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കായിട്ടുള്ളത്. 4 പാഠങ്ങളും നന്നായി പഠിക്കണം. അത്യാവശ്യം പഠിക്കാനുള്ള കണ്ടൻസ് അഖീദയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാഠങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പെട്ടെന്ന് റിവിഷൻ നടത്താം. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഒന്നാമത്തെ പാഠം ഒരു അഭിമുഖ സംഭാഷണം. ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്നിവയൊക്കെയാണ്. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇസ്ലാം കാര്യങ്ങൾ. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. നിസ്കാരം കൃത്യമായി നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക, കഴിവുണ്ടെങ്കിൽ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. ഇവയാണ് ഇസ്ലാം കാര്യങ്ങൾ. അങ്ങനെ 5 ഇസ്ലാം കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ മുർസലുകളിലും അവസാന നാളിലും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നും നീ വിശ്വസിക്കുക. ഇതാണ് ഈമാൻ കാര്യങ്ങൾ. 6 കാര്യങ്ങളും ഒറ്റ വാക്കിലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇഹ്സാൻ എന്നുള്ളത്. കണ്ടോ, ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കുക. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ഭയത്തോടെയും ഭക്തിയോടെയും കൂടി നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനെയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത 2 പ്രധാന അടയാളങ്ങളുണ്ട്. ഒന്നെന്താണ്? അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. പിന്നെയോ കാലിൽ ചെരുപ്പില്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത അത്രയും ദരിദ്രരെന്താകും? വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി മത്സരിക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒരു വിരുന്നുകാരൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചതായിരുന്നു. ആരായിരുന്നു ആ ആഗതൻ എന്ന് ചോദിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു ആ ആഗതൻ. ഓക്കെ, ഇനി 2ാം പാഠം നോക്കൂ. അള്ളാഹു ഏകനാണ്. ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ കുറേ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. അവൻ്റെ ഉദ്ദേശവും തീരുമാനവും അനുസരിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവൻ നൽകുന്നത് തടയാനോ അവൻ തടഞ്ഞത് നേടിക്കൊടുക്കാനോ ഒരാൾക്കും കഴിയുകയില്ല. എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. അവൻ ഒരു കാര്യത്തിലും ഒരാളെയും ആശ്രയിക്കുന്നില്ല. അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അവന് തുല്യമായി യാതൊന്നുമില്ല. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം പൂരിപ്പിക്കാനൊക്കെ വരും. സെൻറ്റൻസ് തന്നിട്ട് അവസാന ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ഒന്നാണ് ഇബാദത്ത് എന്താണ് എന്നുള്ളത്. ഇബാദത്ത് നമ്മൾ പരമമായി താഴ്മ കാണിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ പരമമായ താഴ്മക്കാണ് നമ്മൾ ഇബാദത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പരമമായ താഴ്മക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് തൗഹീദ് എന്താണ് എന്നുള്ളത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. എന്താണ് ഏകദൈവ വിശ്വാസം? അള്ളാഹു, ഇവിടെ ആരാധിക്കപ്പെടുന്നവൻ എന്ന് എഴുതിയെടുത്ത് നമുക്ക് അള്ളാഹു എന്ന് പറയാം. ഓക്കെ, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്നും കൂട്ടുകാരില്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിനെ മാത്രം എന്ന് വിശ്വസിക്കുന്നതിനെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം നമ്മുടെ ആരാധനകൾ അള്ളാഹു താലക്ക് വേണ്ടി മാത്രം നിർവഹിക്കുന്നതിനെയാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. ഓക്കെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ഓക്കെ, ഇനി തൗഹീദിൻ്റെ കെലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് തൗഹീദിൻ്റെ കെലിമത്ത്. ക്ലിയർ ആയല്ലോ? തൗഹീദിൻ്റെ വിപരീതമാണ് ഷിർക്ക് എന്നുള്ളത്. അതായത് ബഹുദൈവ വിശ്വാസം, ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുക.
എങ്ങനെയാണ് ഷിർക്ക് ചെയ്യുന്നത്? നിർവചനം പറയുക: ദേവീ ദേവകളെയും മറ്റും ഇബാദത്തിന് അർഹരായി കണക്കാക്കുന്ന മറ്റ് മതസ്ഥരുടെ ബഹുദൈവ വിശ്വാസത്തെയാണ് നമ്മൾ ഷിർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു ഷിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റാണ് അംബിയാ, ഔലിയാ, ഷുഹദാ തുടങ്ങിയവർ ഇബാദത്തിന് അർഹരാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. അതിനാൽ അവരെ ആദരിക്കലും ബഹുമാനിക്കലും അവർ മുഖേന അള്ളാഹുവിനോട് സഹായം തേടലും ഷിർക്കാവുകയില്ല. ക്ലിയർ ആയല്ലോ? ഇനി ഇതും നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പാഠം നോക്കാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അള്ളാഹുവിന് നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ഗുണങ്ങൾക്ക് നമ്മൾ വാജിബായ സിഫത്തുകൾ എന്ന് പറയും. അള്ളാഹു താലക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട ഗുണങ്ങൾക്ക് വാജിബായ സിഫത്തുകൾ എന്ന് പറയും. ഓക്കെ, വാജിബായ സിഫത്തുകൾ 20 എണ്ണമുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് നമ്മൾ മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ പറയും. മുസ്തഹീലായ സിഫത്തുകളും 20 എണ്ണമുണ്ട്. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും പെടാത്ത വാജിബായ സിഫത്തുമല്ല മുസ്തഹീലായ സിഫത്തുമല്ലാത്ത ഒരു സിഫത്തുണ്ട്, ഒരു ഗുണമുണ്ട്. അതാണ് ജായിസായ സിഫത്ത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത്, അങ്ങനെ ടോട്ടൽ 41 സിഫത്തുകൾ നമുക്ക് അള്ളാഹുവിൻ്റെതായി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, വാജിബായ സിഫത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. ഓക്കെ, ഇതിൽ വാജിബായ സിഫത്ത് 1 എടുത്താൽ എന്താണ്? വുജൂദ്, ഉണ്ടാവൽ എന്നാണ്. മുസ്തഹീലായ സിഫത്തിൽ ഒന്നാമത്തെ എന്താണ്? അദമ്, ഇല്ലാതിരിക്കലാണ്. മനസ്സിലായോ? അപ്പോൾ ഓരോന്നിൻ്റെയും നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. അപ്പോൾ നിങ്ങൾ രണ്ടും നോക്കി പഠിക്കണം. കാരണം ഇതിൽ ഫനാ എന്ന് പറഞ്ഞിട്ട് അർത്ഥം എഴുതുക എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ നശിക്കൽ എന്ന് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ കാഴ്ചയില്ലായ്മ എന്ന് മലയാളത്തിൽ തന്നിട്ട് അറബി എഴുതാനും ചോദിക്കാം. അപ്പോൾ നമ്മൾ അമ്മ എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. അതുപോലെ വിപരീതം എഴുതാനും ചോദിക്കും. കണ്ടോ, ഇതിൽ 9ാമത്തെ സിഫത്താണ് ഇൽമ്, അറിവ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിപരീതം മുസ്തഹീലായ സിഫത്ത് എന്താണെന്ന് നമ്മളോട് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ജഹല്, അറിവില്ലായ്മ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു അർത്ഥങ്ങളിലെല്ലാം അത് പഠിച്ചെടുക്കണം. ക്ലിയർ ആയല്ലോ? ഇനി പറയാനുള്ളതാണ് ജായിസായ സിഫത്ത്. ജായിസായ സിഫത്ത് ഒന്നേ ഉള്ളൂ. ഏതാണത്? ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. എന്താണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. അതാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. അതായത് അള്ളാഹു ഒരാളെ നല്ല മനുഷ്യനാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് അള്ളാഹു എന്താക്കാം? നല്ലവനാക്കാം, അല്ലെങ്കിൽ നല്ലവനാക്കാതിരിക്കാം. ഓക്കെ, ഒരാളെ മുസ്ലിമാക്കാൻ ഉദ്ദേശിച്ചാൽ ആക്കാം, ആക്കാതിരിക്കാം. ഇതിനെയാണ് നമ്മൾ ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി 4ാം പാഠം നോക്കൂ. മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകൾ ആരാണെന്ന് എന്നുള്ളതൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രകാശത്താൽ അള്ളാഹു പടച്ച ചില പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനികളായ 10 മലക്കുകളും അവരുടെ ഡ്യൂട്ടിയും എല്ലാം നമ്മൾ പഠിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ രൂപത്തിൽ 2 തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. ക്ലിയർ ആയോ? ഹിറാ ഗുഹയിൽ വെച്ചും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. അത് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ മലക്കുകളെ കുറിച്ച് നമുക്കറിയാം. അവർ അല്ലാഹു തആലയുടെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവരുടെ ഒരിഷ്ടത്തിനും അവർ പ്രവർത്തിക്കുകയില്ല. അങ്ങനെയൊക്കെ നമുക്കറിയാം. പിന്നെ പറയുന്ന ഒരു പോയിന്റാണ് ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, പൂരിപ്പിക്കാൻ ചോദിക്കാം. ഓക്കെ, അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവനോട് അവർ എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ മലക്കുകൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വിസർജനം, വികാരം, ഉറക്കം, മറവി, അലസത, ക്ഷീണം, ഇതൊന്നും മലക്കുകൾക്കില്ല. നമ്മൾ പറയാൻ പോകുന്നത് മലക്കുകൾ പല വിഭാഗങ്ങളാണ്. ഓരോ വിഭാഗത്തിനും ഓരോ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ വിഭാഗങ്ങളാണ്. ആ ഇതിൽ നമ്മൾ 4 വിഭാഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 1 ഹമലത്തുൽ അർഷ്, അർഷിനെ ചുമക്കുന്നവർ. 2 ഹാഫൂൻ, അർഷിനെ ചുറ്റുന്നവർ.
3 സഫറത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നവർ. 4 ഹെഫളത്ത് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 4ഉം നന്നായി പഠിക്കണം. ഇത് ഹമലത്തുൽ അർഷ് എന്ന് പറഞ്ഞിട്ട് അർത്ഥം എഴുതാൻ ചോദിക്കാം. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളത് നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം. ഇവിടെ നമുക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഈ സൈഡിലായിട്ടും തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനും നേരെ മാച്ച് ആയത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. തൗഹീദ്. 2 ഷിർക്ക്. 3 സിഫാത്ത്. 4 ഖിയാമു ബിന്നഫ്സി. 5 കൗനുഹു ഖാദിർ. ഉത്തരങ്ങളോ? സർവശക്തനാണ്, ഏകദൈവ വിശ്വാസം, സ്വയം നിലനിൽക്കൽ, വിശേഷണങ്ങൾ, ബഹുദൈവ വിശ്വാസം. അപ്പോൾ നമുക്ക് ഓരോന്നിന് നേരെയും അതിൻ്റെ മാച്ച് ആയത് ചേർത്ത് കൊടുക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് നമുക്കറിയാം, ഏകദൈവ വിശ്വാസമാണ്. തൗഹീദ് ഏകദൈവ വിശ്വാസം. രണ്ടാമത്തത് ഷിർക്ക്. ഷിർക്ക് എന്താണ്? ബഹുദൈവ വിശ്വാസം. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. അടുത്തതാണ് ഖിയാമും ബിന്നഫ്സി. ഖിയാമും ബിന്നഫ്സി എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കൽ. കണ്ടോ? സ്വയം നിലനിൽക്കൽ. അടുത്തതാണ് കൗനുഹു ഖാദിറൻ. കൗനുഹു ഖാദിറൻ. കൗനുഹു ഖാദിറൻ എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2 വിട്ടത് ചേർക്കാം. ഓക്കെ. 1 ഡാഷ് കെലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. എന്ത് കെലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാ? തൗഹീദിൻ്റെ കെലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഓക്കെ. 2 ഡാഷ് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. ഡാഷ് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. എന്താണ് നമ്മൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടത്? ഇബാദത്ത്. ഓക്കെ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. 3 എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട്. ഡാഷ് എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട്. എന്ത് ഗുണങ്ങളാണ് നമ്മൾ അള്ളാഹുവിനുള്ളതായി പഠിച്ചത്? പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹുവിനുണ്ട്. ഓക്കെ. 4 ഡാഷ് നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. എന്താണ്? എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വേർതിരിക്കാം. നമുക്ക് ബ്രാക്കറ്റിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളതിനെ വാജിബായ സിഫത്തുകൾക്ക് നേരെ ഇവിടെ ചേർത്ത് കൊടുക്കണം. മുസ്തഹീലായ സിഫത്തുകൾക്ക് നേരെ മുസ്തഹീലായ സിഫത്തുകളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏതെല്ലാം സിഫത്തുകളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫനാഇ, വഹദാനിയത്ത്, ഇൽമ്, കറാഹത്ത്, കൗനുഹു മയ്യിതൻ, കൗനുഹു സമീഅൻ, ബഖാഇ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വാജിബായ സിഫത്തുകൾ നോക്കാം. ഫനാഇ എന്ന് പറഞ്ഞാൽ വഹദാനിയത്ത് എന്നാൽ ഒരുവനായിരിക്കൽ. അത് അള്ളാഹുവിന് വാജിബായ സിഫത്താണ്. രണ്ടാമത്തേതാണ് ഇൽമ് അറിവുണ്ടായിരിക്കൽ. പിന്നെയോ കൗനുഹു സെമീഅൻ. കൗനുഹു സെമീഅൻ കേൾക്കുന്നവനായിരിക്കൽ. ബഖാ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാതിരിക്കൽ. ക്ലിയർ ആയോ? ഇതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ. മനസ്സിലായില്ല? അപ്പം ഇതെല്ലാം നമ്മൾ വാജിബായ സിഫത്തുകൾക്ക് നേരെ എഴുതി ചേർക്കണം. ഇനി 2 മുസ്തഹീൽ. മുസ്തഹീലായ സിഫത്തുകൾ ഏതൊക്കെയാണ്? സിമ്പിളാണ്. ഏതാണ്? ഫന എന്ന് പറഞ്ഞാൽ നശിക്കൽ. കറാഹത്ത്. കറാഹത്ത് എന്താണ്? വേണ്ടുകയില്ലായ്മ. അടുത്തതാണ് കൗനുഹു മയ്യിത്തൻ. കൗനുഹു മയ്യിത്തൻ ജീവനില്ലാത്തവനാവൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയും ചോദിക്കും. പിന്നെ അതിന് അർത്ഥം എഴുതാനും ചോദിക്കും, വിപരീതം എഴുതാനും ചോദിക്കും, അറബി എഴുതാനും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിഫത്തുകളെ നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ. നാലാമത്തെ ചോദ്യം നോക്കൂ. അർത്ഥം എഴുതാം. 1 ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ജായിസായ സിഫത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. അതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തതാണ് കൗനുഹു അബുക്കം. കൗനുഹു അബുക്കം എന്താണ്? സംസാരമില്ലാത്തവനാവൽ. മുസ്തഹീലായ സിഫത്തിൽ ഏറ്റവും അവസാനത്തെ സിഫത്താണ് കൗനുഹു അബുക്കൻ, സംസാരമില്ലാത്തവനാവൽ. ഓക്കെ. ഇനി 5ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. 1 ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് 1 എഴുതുക. എന്താണ്? അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. കണ്ടോ? ഇനി 2 ഇഹ്സാൻ എന്നാൽ ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ധാരണയിൽ നമ്മൾ ആരാധനകൾ നിർവഹിക്കുന്നതിനെയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്.
അല്ലേ? അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 3, അള്ളാഹു ഏകനാണ് എന്തിലെല്ലാം. അള്ളാഹു ഏകനാണ് എന്തിലെല്ലാം. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് ഇബാദത്ത് എന്ന് പറയുന്നു എന്തിനെ. ഇബാദത്ത് എന്ന് പറയുന്നു എന്തിനെ? പരമമായ താഴ്മക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പരമമായ താഴ്മ ചെയ്യുന്നതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം, വിപരീതം എഴുതാം. കണ്ടോ? 1, കൗനുഹു ആലിമൻ. കൗനുഹു ആലിമൻ എന്നതിൻ്റെ വിപരീതം എഴുതണം. കൗനുഹു ആലിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ളവനാവൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ വിപരീതം എന്താണ്? അറിവില്ലാത്തവനാവൽ. അതായത് കൗനുഹു ജാഹിലൻ. കൗനുഹു ജാഹിലൻ. ഓക്കെ. 2, കൗനുഹു ബസീറൻ. കൗനുഹു ബസീറൻ. എന്താണ് അതിൻ്റെ വിപരീതം? കൗനുഹു ബസീർ എന്ന് പറഞ്ഞാൽ കാണുന്നവനാവൽ. അതിൻ്റെ വിപരീതം കാഴ്ചയില്ലാത്തവനാവൽ. അതായത് കൗനുഹു അഅ്മ. കൗനുഹു അഅ്മ. ഓക്കെ. 3, ബസ്വറ്. 3, ബസ്വറ്. ബസ്വറ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ് അർത്ഥം. കാഴ്ചയുടെ വിപരീതം എന്തായിരിക്കും? അമ. അമ, കാഴ്ചയില്ലായ്മ. ഓക്കെ. 4, കുതിറത്ത്. കുതിറത്ത്. കുതിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. അതിൻ്റെ വിപരീതം കഴിവില്ലായ്മ. അതായത് അജസ്. ഓക്കെ. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കൂ, പൂരിപ്പിക്കാം. 1, ദേവീ ദേവകളെയും മറ്റും ഡാഷ് കണക്കാക്കുന്ന ഡാഷ് ഡാഷ് വിശ്വാസികളാണ്. ഡാഷ് നേർ അംഗീകരിച്ചവരാണവർ. എന്താണ് അവിടെ? 2ാം പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നതാണ്. ദേവീ ദേവകളെയും മറ്റും ഇബാദത്തിന് അർഹരായി കണക്കാക്കുന്ന ഇതര മതസ്ഥർ ബഹുദൈവ വിശ്വാസികളാണ്. തൗഹീദിൻ്റെ നേർവിപരീതമാണ് എന്നാണ് അവിടെ ചേർക്കാനുള്ളത്. തൗഹീദിൻ്റെ നേർവിപരീതമായ ഷിർക്ക് അംഗീകരിച്ചവരാണവർ. ക്ലിയർ ആയല്ലോ? സിമ്പിളാണ്, പക്ഷെ നന്നായി പഠിക്കണം. നന്നായി വായിച്ച് പഠിച്ചാൽ മാത്രമേ അക്കീദയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയൂ. കാരണം അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട്. അപ്പോൾ ഉള്ള സമയങ്ങളെല്ലാം വിലപ്പെട്ടതായി എടുത്തിട്ട് നന്നായി പഠിക്കുക. ഓക്കെ. എല്ലാ മക്കൾക്കും അല്ലാഹു നന്നായി പഠിക്കാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ഉയർന്ന മാർക്കോടെ വിജയിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.